ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 5 ശ്ലോകം 8. ഏഴാമത്തെ ശ്ലോകത്തിൽ അവസാനം പറഞ്ഞത് താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദം ജനിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിയാണ് എട്ടാമത്തെ ശ്ലോകം കൊണ്ട് പറയണത്. ശബ്ദാദ്യോമ തത സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോദജരസം തോയം ജഗന്തം മഹിം ഏവം മാധവ പൂർവപൂർവകലനാദ് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാഭാസയസ്താമസാദ്. ശബ്ദാദ് വ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാത് രൂപം അതോ മഹോദ ച രസം തോയം ച ഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാദ് ആദ്യാദ്യ ധർമാന്വിതം ഭൂതഗ്രാമം ഇമം ത്വം ഏവ ഭഗവൻ പ്രാകാശയഃ താമസാദ്. ശബ്ദാദ്യോമ തത സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോദജരസം തോയം ജഗന്ധം മഹിം ഏവം മാധവ പൂർവപൂർവകലനാദാദ്യാദ്യധർമാന്വിതം ബോധഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാദ്. ശബ്ദാദ് വ്യോമ ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും, തതഃ സ്പർശം ആകാശത്തിൽ നിന്ന് സ്പർശത്തെയും, അതഃ മാരുതം ആ സ്പർശത്തിൽ നിന്ന് വായുവിനെയും, തസ്മാത് രൂപം ആ വായുവിൽ നിന്ന് രൂപത്തെയും, തതഃ മഹഃ ഈ രൂപത്തിൽ നിന്ന് തേജസ്സിനെയും, അതച രസം പിന്നെ തേജസ്സിൽ നിന്ന് രസത്തെയും, തോയം ഗന്ധം മഹിം ച ജലം ഗന്ധം ഭൂമി എന്നിവയെയും, അതായത് രസത്തിൽ നിന്ന് തോയത്തെ, തോയത്തിൽ നിന്ന് ഗന്ധത്തെ, ഗന്ധത്തിൽ നിന്ന് ഭൂമിയെയും വിഭോ സസർജിത സർവവ്യാപിൻ അങ്ങ് സൃഷ്ടിച്ചു. മാധവ തന്നെ ഏവം ഇങ്ങനെ പൂർവപൂർവകലനാഥ് മുമ്പ് ഉണ്ടായവയുടെ സംബന്ധം ഹേതുവായിട്ട് ആദ്യാദ്യ ധർമാന്വിതം ആദ്യം ഉണ്ടായ ധർമ്മങ്ങളോടുകൂടിയ ഇമം ഭൂതഗ്രാമം ഈ ഭൂതസമൂഹത്തെ ഭഗവൻ അല്ലയോ ഭഗവാനെ ത്വമേവ അവിടുന്ന് തന്നെ താമസാത് പ്രാകാശയ താമസാഹങ്കാരത്തിൽ നിന്നും പ്രകാശിപ്പിച്ചു. ശബ്ദത്തിൽ നിന്ന് ആകാശം അതായത് ശബ്ദഗുണം, ആകാശത്തിൽ നിന്ന് സ്പർശം, അതിൽ നിന്ന് വായു. അപ്പോൾ ശബ്ദസ്പർശ ഗുണായി, പിന്നെ വായുവിൽ നിന്ന് രൂപം, അതിൽ നിന്ന് തേജസ്, അപ്പോൾ സ്വർദ്ധസ്പർശ രൂപഗുണകം, പിന്നെ നാലാമത് തേജസ്സിൽ നിന്ന് രസം, അതിൽ നിന്ന് ജലം. അപ്പം ജലത്തിന് ശബ്ദസ്പർശ രൂപ രസഗുണകായി, പിന്നെ ജലത്തിൽ നിന്ന് ഗന്ധം, അതിൽ നിന്ന് ഭൂമി. അപ്പോൾ ഭൂമിക്ക് ശബ്ദസ്പർശ രൂപ രസഗന്ധ ഗുണകം. അങ്ങനെ ശബ്ദമെന്ന പോലെ നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും, ആകാശത്തിൽ നിന്ന് സ്പർശത്തെയും, ആ സ്പർശത്തിൽ നിന്ന് വായുവിനെയും, ആ വായുവിൽ നിന്ന് രൂപത്തെയും, ഈ രൂപത്തിൽ നിന്ന് തേജസ്സിനെയും, പിന്നെ തേജസ്സിൽ നിന്ന് രസത്തെയും, ജലം ഗന്ധം ഭൂമി എന്നിവയെയും, രസത്തിൽ നിന്ന് തോയത്തെ, തോയത്തിൽ നിന്ന് ഗന്ധത്തെ, ഗന്ധത്തിൽ നിന്ന് ഭൂമിയെയും സർവവ്യാപിൻ അങ്ങ് സൃഷ്ടിച്ചു. മാധവ ഇങ്ങനെ മുമ്പുണ്ടായവയുടെ സംബന്ധം ഹേതുവായിട്ട് ആദ്യം ഉണ്ടായ ധർമ്മങ്ങളോടുകൂടിയ ഈ ഭൂതസമൂഹത്തെ ഭഗവാനെ അവിടുന്ന് തന്നെ താമസാഹങ്കാരത്തിൽ നിന്നും പ്രകാശിപ്പിച്ചു. ശബ്ദാദ്യോമ തത സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോദജരസം തോയം ജഗന്തം മഹിം ഏവം മാധവ പൂർവപൂർവകലനാദ് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാദ്. ശബ്ദാദ്യോമ തത സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോദജരസം തോയം ജഗന്തം മഹിം ഏവം മാധവ പൂർവപൂർവകലനാദാദ്യാദ്യധർമാന്വിതം
ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാദ് ശബ്ദാദ്യോമ തത സസർജിത വിഭോ സ്പർശം തദോ മാരുതം തസ്മാദ്രൂപമതോ മഹോദജരസം തോയം ജഗന്തം മഹിം ഏവം മാധവ പൂർവപൂർവകലനാഥാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേ